ടി ജി, ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. ഇപ്പോൾ RSSന്റെ ദേശീയ നേതാവ് A. ജയകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ഇത് ഇടത് ജിഹാദി അജണ്ട ഒളിച്ചുകടത്തലാണ് എമ്പുരാനിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിമർശനം ഉയരുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? നോക്കൂ, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിന്റെ കണ്ടന്റിനെ പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ ബഹുഭൂരിപക്ഷം വരുന്ന റൈറ്റ് വിങ് എന്നറിയപ്പെടുന്ന ആൾക്കാര് വല്ലാതെ ഒഫൻഡഡ് ആയിരിക്കുന്നു എന്ന് എനിക്കറിയാം. അങ്ങനെ ഒഫൻഡഡ് ആവാൻ അവർക്കൊരു അവകാശമുണ്ട്. ഒരു കൗണ്ടർ ക്യാമ്പയിൻ നടത്താൻ അവർക്ക് അവകാശമുണ്ട്. ഒരു സിനിമ കാണണം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ കാണരുത് എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാനും അവകാശമുണ്ട്. അതാണ് അവരുപയോഗിക്കുന്നത്. അതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താനും സാധ്യമല്ല. അവരൊരു ക്യാമ്പയിൻ നടത്തുന്നു, നടത്തുന്നു, അതിനെന്താ? ഈ ക്യാമ്പയിൻ നടത്തില്ലേ? ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നടക്കുന്നില്ലേ? പെയ്ഡും അൺപെയ്ഡുമായിട്ട് TV-യിലൂടെ പത്രങ്ങളിലൂടെ ഭീകരമായ പ്രൊമോഷൻ നടത്തിയില്ലേ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, എമ്പുരാന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാഴ്ചക്കാരുടെ വലിയൊരു സെക്ഷനെ ഇത് നിരാശപ്പെടുത്തുകയും അവർ രോഷാകുലരാകുകയും ചെയ്തെങ്കിൽ അവർക്ക് തിരിച്ചൊരു ക്യാമ്പയിൻ നടത്താനും അവകാശമുണ്ട്. അതുകൊണ്ട് ആ അവകാശത്തിന് വേണ്ടിയിട്ട് ഞാനും നിലകൊള്ളുന്നു. പക്ഷെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. A. ജയകുമാറിനെ എനിക്കറിയാം. അദ്ദേഹം ഒരു കഴമ്പില്ലാതെ ഒരു കാര്യം പറയുകയോ എഴുതുകയോ ചെയ്യുന്ന ആളല്ല. എത്രയോ കാലമായിട്ട് എനിക്ക് A. ജയകുമാറിനെ അറിയാം. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ജയകുമാർ ഒരു സാധനം മോശമാണ് എന്ന് പറഞ്ഞാൽ അത് മോശമായിരിക്കും. കാരണം ജയകുമാർ സത്യസന്ധനാണ്. നമ്മൾ സാധാരണ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട 4-5 പേര് പറയുന്നു, അയ്യോ അത് മഹാ തല്ലിപ്പൊളിയാണ് ചേട്ടാ, പോകണ്ടെന്ന് പറഞ്ഞു നമ്മൾ പോകണ്ടെന്ന് വയ്ക്കും. അല്ലാതെ ഞാൻ ആദ്യം പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ആൾക്കാർ സിനിമ കാണുന്നത്. അപ്പൊ 10 പേരുടെ അഭിപ്രായം അതിനെതിരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അതല്ലാതെ ഇങ്ങനെ വരില്ല. അത് ഞാൻ അറിഞ്ഞത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അല്പം ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്ലസ് NIA ഇതുപോലത്തെ സെൻട്രൽ ഏജൻസികളെ പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നു എന്നുള്ള സൂചനയോ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് തന്നെ അങ്ങനെ കാണിക്കുന്നു. ഇതുപോലെയൊക്കെയുള്ള ഒരു തരം എന്താ സം സോർട്ട് ഓഫ് ആന്റി നാഷണൽ ട്രെൻഡ് ആ സിനിമയിൽ കാണുന്നു എന്നാണ് പൊതുവെ പരാതികളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നോട്ട് ബിക്കോസ് BJPക്ക് എന്തെങ്കിലും ദോഷമുണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല, രാജ്യത്തിന്റെ സ്റ്റാറ്റസിന് ചേരാത്ത ചില കാര്യങ്ങൾ അതിൽ കാണിച്ചിരിക്കുന്നു. പിന്നെ മോസ്റ്റ് സെൻസിറ്റീവായ ഒരു സംഗതിയാണ് ഗോദ്രയിലെ തീവണ്ടിയിലെ തീപിടുത്തം. അത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെറ്റിൽഡ് ഫാക്ട് ദാറ്റ് അത് പുറത്തുനിന്നുള്ള ആൾക്കാർ വണ്ടി നിന്നപ്പോൾ തീ കൊടുത്ത് 59 പേര് കരിഞ്ഞ് മരിച്ചുപോയ സംഭവമാണ്. അപ്പോൾ അത് കാണിക്കാതെ, ആ സംഭവത്തിന്റെ റീസൺ കാണിക്കാതെ അത് സബ്സീക്വന്റ് സംഭവങ്ങൾ കാണിക്കുക, ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയം അതിനകത്ത് കൊണ്ടുവരുന്നു. നമുക്ക് ഇപ്പോൾ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ 14 വെച്ച് തുടങ്ങാം. വെറും ഒരു ദിവസത്തെ 24 മണിക്കൂർ നമ്മൾ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രം വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്നായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ ഇത് സിനിമക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളറിയാതെയാണെങ്കിലും ഇതിനകത്ത് തെറ്റായ സന്ദേശം പോകുന്നുണ്ടോ, ആരെങ്കിലും ഹർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ അത് നോക്കിയില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന കിഴങ്ങന്മാര് അവർ നോക്കേണ്ടതായിരുന്നു, അവരൊട്ടും നോക്കിയില്ല. ഇതാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത്.